അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബഹുമാനികളെ, ഇന്നത്തെ ക്ലാസ്സിൽ ഒരു പ്രധാനപ്പെട്ട വിഷയം നിങ്ങൾക്ക് സൂചിപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത്. നമ്മുടെ നാടുകളിൽ ശക്തമായി മഴ വന്ന് പലയിടങ്ങളിൽ വല്ലാത്ത ഭീതിതമായ അവസ്ഥയിലാണുള്ളത്. ഒരുപാട് പ്രയാസങ്ങളിലാണ് നമുക്കെയും നിലകൊള്ളുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്കൊക്കെയും നമുക്കൊക്കെയും ഉപകാരപ്രദമാകുന്ന ഒരു വിഷയമാണ് സെലക്ട് ചെയ്ത് അറിയിക്കാൻ ആഗ്രഹിക്കുന്നത്. ഏറ്റവും അത്ഭുതകരമായ ഒരു കാവൽ മന്ത്രത്തെക്കുറിച്ചാണ്. ഈ കാവൽ മന്ത്രം വല്ലാത്ത അത്ഭുതമാണ്. ഏത് പ്രയാസങ്ങളിൽ നിന്ന്, ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിൽ നിന്ന്, ഏത് ഇടുക്കുകളിൽ നിന്ന് അല്ലാഹു തആല ഞങ്ങൾക്ക് രക്ഷ നൽകും. ഏതുവരെ മഹാനായ കഅബുൽ അഹ്ബർ റളിയല്ലാഹു അൻഹു അവിടുന്ന് പറയാണ്, അവിടുന്ന് ഒരു ഉദാഹരണമായി പറയാണ്, ലാ ഉബാലി, ഞാനിത് പ്രശ്നമാക്കുകയില്ല. വലൗ ഇൻതബഖത്തിസ് സമാഹു അലൽ അർളി ലനജൗത ബിഹിദിനില്ലാഹി തആല. ആകാശം ഭൂമിയിലേക്ക് ഒട്ടിച്ചേർന്നാൽ അതിനിടയിലുള്ള മനുഷ്യരും അതിനിടയിലുള്ള സർവ്വതും പൊടിയാകും. എന്നാൽ ഈ ദിക്ർ, ഈ പറയാൻ പോകുന്ന മന്ത്രങ്ങൾ, ഈ പറയാൻ പോകുന്ന ആയത്തുകൾ ദിവസവും പതിവാക്കിയാൽ അവൻ അള്ളാഹുവിന്റെ ഇതിന് പ്രകാരം, അള്ളാഹുവിന്റെ സമ്മതപ്രകാരം അവൻ വിജയിക്കും, അവൻ രക്ഷപ്പെടും, അവന് ഒരു പോരലും ഏൽക്കുകയില്ലെന്ന് മഹാനവർകൾ നമുക്ക് പഠിപ്പിച്ചു തരാം. അത്രയും അത്ഭുതകരമായ കാവൽ മന്ത്രമാണ്. ഈ ഒരു സമയങ്ങളിൽ നാം ഓരോരുത്തരും, നാമും നമ്മുടെ മക്കൾക്കും പറഞ്ഞു കൊടുക്കേണ്ട അതിപ്രധാനപ്പെട്ട കാവൽ മന്ത്രമാണ് ഈ പറയാൻ പോകുന്ന വിഷയം. 7 ആയത്തുകൾ ദിവസവും ചൊല്ലുന്നവരാകണം, മക്കളെ കൊണ്ട് ചൊല്ലിപ്പിക്കുന്നവരാകണം. നമുക്ക് നേരെ വരുന്ന ഓരോ അപകടങ്ങളിൽ നിന്നും അല്ലാഹു തആല നമുക്ക് രക്ഷ നൽകും, കാവല് നൽകും. രക്ഷാ കവചമാണ്. ഇതിനേക്കാൾ ഒരു മുന്തിയ രക്ഷാ കവചം നമുക്ക് വേറെ കാണാനുണ്ടാവുകയില്ല. അത്രയും അത്ഭുതമാണ് മഹാനവറുകൾ. അതുകൊണ്ടാണ് പറഞ്ഞത്, ആകാശം ഭൂമിയോട് ഒട്ടിച്ചേർന്നാൽ പോലും അതിനിടയിൽ കുടുങ്ങി അതിനിടയിൽ പെടുന്ന ഒരാൾ രക്ഷപ്പെടുമെന്ന് പറഞ്ഞാൽ, അപ്പൊ അതിനേക്കാൾ ഒരു പ്രയോഗം നമുക്ക് കേൾക്കാനുണ്ടാവുകയില്ല. അത്രയും അത്ഭുതമാണ് ഈ ദിക്റിന്റെ മഹത്വം. നമുക്ക് പതിവാക്കാൻ അല്ലാഹു ഭാഗ്യം തരട്ടെ. മഹാനവറുകൾ 7 ആയത്തുകൾ നമുക്ക് അവിടെ നിന്ന് പരിചയപ്പെടുത്തരാണ്. ഈ 7 ആയത്തുകൾ ദിവസവും പതിവാക്കണം. അതിലെ 1-ാമത്തെ ആയത്താണ് സൂറത്ത് തൗബയിലെ 51-ാമത്തെ ആയത്താണ്. ഏതാണത്? കുല്ലൻ യുസീബനാ ഇല്ലാ മാ കതബല്ലാഹു ലനാ ഹുവ മൗലാനാ വഅലല്ലാഹി ഫല്യതവക്കലിൽ മുഅ്മിനൂൻ. സൂറത്ത് യൂനുസിലെ 107-ാമത്തെ ആയത്ത്. വഇയംസസ്കല്ലാഹു ബിദുർരിൻ ഫലാ കാശിഫ ലഹു ഇല്ലാ ഹു വഇൻ യുരിദ്ക ബിഖൈറിൻ ഫലാ റാദ്ദ ലിഫദ്ലിഹി യുസീബ ബിഹി മൻ യശാഉ മിൻ ഇബാദിഹി വഹുവൽ ഗഫൂറുർ റഹീം. സൂറത്ത് ഹൂദിലെ 6-ാമത്തെ ആയത്താണ്. وما من دابة في الأرض إلا على الله رزقها ويعلم مستقرها ومستودعها كل في كتاب مبين. സൂറത്ത് ഹൂദിലെ 56-ാമത്തെ ആയത്താണ്. إني توكلت على الله ربي وربكم ما من دابة إلا هو آخذ من ناصيتها إن ربي على صراط مستقيم. സൂറത്ത് അൻകബൂത്തിലെ 60-ാമത്തെ ആയത്താണ്. വകഇം മിൻ ദാബത്തിൻ ലാ തഹ്മിലു റിസ്ഖഹ അല്ലാഹു യർസുഖുഹാ വഇയ്യാകും വഹുവ സമീഉൽ അലീം. സൂറത്ത് ഫാത്തിറിലെ 2-ാമത്തെ ആയത്താണ്. മാ യഫ്തഹില്ലാഹു ലിന്നാസി മിർ റഹ്മത്തിൻ ഫലാ മുംസിക ലഹാ വമാ യുംസിക് ഫലാ മുർസില ലഹു മിൻ ബഅദിഹി വഹുവൽ അസീസുൽ ഹകീം. സൂറത്ത് സുമറിലെ 38-ാമത്തെ ആയത്താണ്. വലഇൻ സഅൽതഹും മൻ ഖലഖസ് സമാവാതി വൽ അർള ലയഖൂലന്നല്ലാഹ് ഖുൽ അഫറഅയ്തും മാ തദഊന മിൻ ദൂനില്ലാഹി ഇൻ അറാദനി അല്ലാഹു ബിദുർരിൻ ഹൽ ഹുന്ന കാശിഫാതു ദുർരിഹി ഔ അറാദനി ബിറഹ്മത്തിൻ ഹൽ ഹുന്ന മുംസികാതു റഹ്മതിഹി ഖുൽ ഹസ്ബിയല്ലാഹു അലൈഹി യതവക്കലുൽ മുതവക്കിലൂൻ. ഈ പറയപ്പെട്ട 7 ആയത്തുകളാണ്. നിരന്തരം പതിവാക്കണം, എല്ലാ ദിവസവും ചൊല്ലുന്നവരാകണം, കൊണ്ട് ചൊല്ലിപ്പിക്കുക. അല്ലാഹു കബൂൽ ചെയ്യട്ടെ.